ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കുട്ടികളും വെച്ചാൽ ചിലവർ വീട്ടിലിരിക്കണം, അപ്പോൾ നല്ല വിശപ്പുണ്ടാവും. ചിലവർ വിചാരിക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈസി ആയിട്ട് സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അത് ആദ്യം തന്നെ എടുത്ത് കൊടുക്കുക പഴം, എന്നിട്ട് പഴം ഒന്ന് പീസാക്കി കൊടുക്കുക. നമ്മൾ പഴം എടുത്തിട്ടുണ്ട്, നമുക്ക് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴം ഇടണമെങ്കിൽ ഞാൻ പീസാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പീസാക്കി നമ്മൾ ഈ പരുവത്തിൽ എടുത്ത് കൊടുക്കുക. ശേഷം നമുക്ക് സ്റ്റവ് കത്തിക്കാം. നമ്മൾ സ്റ്റവ് എത്തിച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ എന്നിട്ട് ഗ്യാസിൻ്റെ സ്റ്റവൊക്കെ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പഴം ചട്ടി ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കേട്ടോ, ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നേന്ത്രപ്പഴമുള്ള കുഞ്ഞിപ്പഴം എടുക്കാൻ പാടില്ല. നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറിയ കുഞ്ഞു കഷ്ണാക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എണ്ണയായിട്ട് ഒഴിച്ചത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. നെയ്യ് വേണമെങ്കിൽ ഒരു അര സ്പൂൺ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നെയ്യും എണ്ണയും വേണമെങ്കിൽ നെയ്യും എണ്ണ ഒഴിക്കും. നിങ്ങൾക്ക് എണ്ണ കുറച്ച് ഒഴിക്കുക കേട്ടോ. നെയ്യും അതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നിച്ചാക്കിയിട്ട് മിക്സാക്കുക. പിന്നെ പഴം കഴിയാൻ ശ്രദ്ധിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കറിയൊക്കെ ഇളക്കണം. നല്ല ഇളക്കി എന്നിട്ട് കഴിയാൻ നോക്കണം. നമ്മളെ പഴം റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. പഴം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിന്ന് കുറേ വഴറ്റിയിട്ട് അതുകൊണ്ട് മഞ്ഞ കളറായിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം. നമ്മളെ പഴം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കഴിച്ച് നോക്കിയത്. സൂപ്പറായിട്ടോ ഗൈസ്, നല്ല രസമാണ്. നമ്മൾ സാധാരണ പഴം കുട്ടികൾക്ക് ഇങ്ങനത്തെ പഴം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നിങ്ങൾ മറ്റേ പഴം കളിക്കുന്ന അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ പഴം കണ്ട ഇതെല്ലാവരും കാണുമ്പോൾ ഇതുപോലെ, പക്ഷെ നല്ല ടേസ്റ്റ്.